ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ബിൽഡപ്പിനെ കുറിച്ചാണ്. ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് സെയിൽ ഇൻക്രീസ് ചെയ്യാൻ ഈ റിലേഷൻ ബിൽഡപ്പ് കൊണ്ട് സാധ്യമാവുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ റിലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ റിലേഷൻ ബേസ്ഡ് ബിസിനസ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് റിലേഷനാണ്. അവരുമായിട്ടുള്ള ഒരു സൗമ്യമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു സൗഹൃദം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബിസിനസ് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും. കാരണം നമ്മൾ അവരുമായിട്ട് ഫസ്റ്റ് നമ്മൾ പോയി കണ്ട് ഇൻട്രാക്ട് ചെയ്ത് വരുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അവർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു കാഷ്വൽ ടോക്ക് അവിടെ ക്രിയേറ്റ് ആവും അല്ലേ. ചിലപ്പോൾ ഒന്നാമത്തോ രണ്ടാമത്തോ പ്രാവശ്യമായിരിക്കും നിങ്ങൾ ആ കാഷ്വൽ ടോക്കിലേക്ക് എത്തുക. അപ്പോൾ ആ കാഷ്വൽ ടോക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ റിലേഷൻ ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ റിലേഷൻ 1, 2, 3 വിസിറ്റിന് ശേഷം അതൊരു ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. ഈ റിലേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെയിൽസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ എന്ത് എന്നതും അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അവരുടെ ബിസിനസ് സ്ട്രക്ചർ എന്ത് എന്നതും നമുക്ക് പഠിക്കാനുള്ളൊരു വേ ആണ് അവിടെ റിലേഷൻ ബിൽഡപ്പിലൂടെ നമ്മൾ അവരിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ബിസിനസ്സിൽ റിലേഷൻ ബിൽഡപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലപ്പോഴും നമ്മളെ മാർക്കറ്റിൽ വരുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. മാർക്കറ്റിൽ വരുന്ന പല രീതിയിലുള്ള ബിസിനസ് ഓറിയൻ്റായിട്ടുള്ള സ്റ്റാഫുകളായാലും ബിസിനസ് മാഗ്നറ്റുകളായാലും ഒരു ഫസ്റ്റ് ടൈം ഒരാളെ കാണുന്ന സമയത്ത് അവർ ഫസ്റ്റ് തന്നെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നൊരു സിസ്റ്റം പലപ്പോഴും കാണാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. ഒരു ഫസ്റ്റ് നമ്മളൊരു ക്ലയൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോരുന്നതാണ് എൻ്റെ അഭിപ്രായം. ഫസ്റ്റ് നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ എന്ത് എന്നതും അവരെന്ത് ചെയ്യുന്നത് അവരോട് പറയിപ്പിക്കാൻ, നിങ്ങളുടെ സംസാരത്തിലൂടെ അവരോട് പറയിപ്പിക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. അതിന് ശേഷമാണ് ഫസ്റ്റോ സെക്കൻഡോ ആയിരിക്കാം, ഫസ്റ്റ് ടൈമിലോ അല്ല സെക്കൻഡ് ടൈം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ശ്രമിക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണ് എന്നത് നമ്മൾ ആ റിലേഷൻ ബിൽഡപ്പിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീടുള്ള സംസാരങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരുടെ ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, അത് നമ്മൾ അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുക്കേണ്ടത്. ഒരു സംശയവുമില്ല, അവരെന്ത് ചെയ്യും, ആ ഒരു വെച്ച് നീട്ടൽ സ്വീകരിക്കാൻ അവർക്ക് ഒട്ടും മടി ഉണ്ടാവില്ല. അവരാവശ്യങ്ങൾക്കനുസരിച്ചുള്ള സാധനമൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക, ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതില്ലെങ്കിൽ ഏതൊരു ക്ലയൻറ്റിനെ കണ്ടാലും ഫസ്റ്റ് ടൈം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കി അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അവരുമായിട്ടുള്ളൊരു ആത്മബന്ധമാണ്. അത് നിങ്ങളെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വളരെ ഉപകാരപ്രദമാകും എന്നതിൽ ഒട്ടും സംശയമില്ല. കാരണം ഈ റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒറ്റ കയറിയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യരുത്. നമ്മൾ ചെന്ന് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും അല്ലേ. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ 10-15 മിനിറ്റ് അവരെ കാത്തിരിക്കേണ്ടി, അവർ നല്ല ബിസി ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ അവർ ഫ്രീ ആവുന്നത് വരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, അവരെ കാണാൻ. സാർ, ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വന്നതാണെന്ന് ജസ്റ്റ് പറയാം, ഒന്ന് ഫ്രീ ആവാൻ പറയട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മളവിടെ വെയിറ്റ് ചെയ്യുക. ആ വെയിറ്റ് ചെയ്ത് അവരെ കണ്ട് സംസാരിച്ച് വേണം എന്ത് ചെയ്യാൻ, കാര്യങ്ങളിലേക്ക് എത്താൻ. അവിടെയാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ആവുക. അത് നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രോത്തിന് യൂസ്ഫുൾ ആവുമെന്നതിലൊട്ടും സംശയമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ രീതിയിൽ തന്നെ റിലേഷൻ ബിൽഡപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിസിനസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ ക്ലയൻറ്റുമായിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബന്ധം, ആഴത്തിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഒരു ലൈഫ് ലോങ് ക്ലയൻറ്റിനെ നമുക്കെന്ത് ചെയ്യാം, വിത്തൗട്ട് മണി നമുക്ക് വിത്തൗട്ട് മണി എന്ത് ചെയ്യും,
റിസീവ് ചെയ്യാൻ കഴിയും. അപ്പം നമ്മളുമായിട്ട് ആത്മബന്ധത്തിലാവും അവർ. അപ്പം ഇതിലാവുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, ബിസിനസ് നടക്കും. ഓക്കെ, ഈ രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.